നമ്മുടെ പ്രാർത്ഥനകൾക്കും സ്നേഹത്തിനും എത്രത്തോളം ശക്തിയുണ്ട്. ശാപങ്ങളെപ്പോലും മാറ്റാൻ മനമുരുകിയുള്ള പ്രാർത്ഥനയ്ക്ക് കഴിയുമോ? പുരാണങ്ങൾ പറയുന്നത് കഴിയുമെന്നാണ്. അതിനൊരു ഉദാഹരണമാണ് കാമദാ ഏകാദശിയുടെ കഥ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്ന് 2026 മാർച്ച് 29. ഹൈന്ദവ വിശ്വാസപ്രകാരവും ആത്മീയ തലത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്, കാമദാ ഏകാദശി. ജീവിതത്തിലെ തിരക്കുകൾക്കും ഓട്ടപ്പാച്ചിലുകൾക്കുമിടയിൽ കുറച്ചു നിമിഷങ്ങൾ ഈ പുണ്യദിനത്തിന്റെ മഹത്വത്തെക്കുറിച്ചും ഇത് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന വലിയ സന്ദേശത്തെക്കുറിച്ചും ചിന്തിക്കാൻ മാറ്റിവെക്കാം. എൻ്റെ ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ശാന്തിയും പുതിയൊരു ഊർജവും കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായി എന്താണ് ഏകാദശി എന്ന് നോക്കാം. അറിയുന്നവർ പലരും ഉണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങളുമായി ബന്ധപ്പെട്ട് അമാവാസി കഴിഞ്ഞോ പൗർണമി കഴിഞ്ഞോ വരുന്ന 11ാമത്തെ തിഥിയാണ് ഏകാദശി. ഏകാദശം എന്നാൽ 11 എന്നാണ് അർത്ഥം. ഹൈന്ദവ വിശ്വാസപ്രകാരം ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട ദിനമാണിത്. ഏകാദശി എന്നത് വെറുമൊരു ഉപവാസം മാത്രമല്ല, നമ്മുടെ 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും ഒപ്പം മനസ്സും ചേരുന്ന 11 ഇന്ദ്രിയങ്ങളെയും ഭൗതികമായ ചിന്തകളിൽ നിന്ന് മാറ്റി ഭഗവാനിലേക്ക് മാത്രം ഏകാഗ്രമാക്കുന്നതിനെയാണ് യഥാർത്ഥത്തിൽ ഏകാദശി വ്രതം എന്ന് പറയുന്നത്. ശരീരത്തെ ആഹാര നിയന്ത്രണത്തിലൂടെയും മനസ്സിനെ നാമജപത്തിലൂടെയും ശുദ്ധീകരിക്കുന്ന അതിമനോഹരമായ ഒരു പ്രക്രിയയാണിത്. കാമദാ ഏകാദശിയുടെ പ്രാധാന്യം എന്താണ്? ഒരു വർഷത്തിൽ സാധാരണയായി 24 ഏകാദശികളാണ് വരുന്നത്. അതിൽ ഹിന്ദു പുതുവർഷത്തിലെ, അതായത് ചൈത്രമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന ആദ്യത്തെ ഏകാദശിയാണ് ഈ കാമദാ ഏകാദശി. കാമദ എന്നാൽ ആഗ്രഹങ്ങളെ, അതായത് കാമങ്ങളെ സാധിച്ചു തരുന്നത് എന്നാണ് അർത്ഥം. സകല പാപങ്ങളെയും ദഹിപ്പിച്ചു കളയാനും നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഫലമാകാനും സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ, നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം പൂർണ്ണമായും ലഭിക്കാനും ഈ ദിവസത്തെ പ്രാർത്ഥന സഹായിക്കും. ഇനി എന്തുകൊണ്ടാണ് ഈ ഏകാദശിക്ക് ഇത്രയും പ്രാധാന്യം വന്നതെന്ന് പറയുന്നത് ഒരു മനോഹരമായ ഒരു ഐതിഹ്യമുണ്ട്. പത്മപുരാണത്തിലാണ് ഈ കഥ വിവരിക്കുന്നത്. പണ്ട് ഭോഗിപുരം എന്നൊരു നഗരമുണ്ടായിരുന്നു. പുണ്ടരീകൻ എന്ന ശക്തനായ ഒരു രാജാവായിരുന്നു അവിടം ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ സദസ്സിൽ അനേകം ഗന്ധർവന്മാരും അപ്സരസുകളും ഉണ്ടായിരുന്നു. അവരിൽ വളരെ പ്രശസ്തനായ ഒരു ഗന്ധർവ ഗായകനായിരുന്നു ലളിതൻ. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പേര് ലളിത എന്നായിരുന്നു. ഇവർ തമ്മിൽ അങ്ങേയറ്റം സ്നേഹത്തിലാണ് കഴിഞ്ഞിരുന്നത്. ഒരിക്കൽ പുണ്ടരീക രാജാവിനും മറ്റ് സദസ്യർക്കും മുന്നിൽ ലളിതൻ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാടുന്നതിനിടയിൽ പെട്ടെന്ന് ലളിതന്റെ മനസ്സിലേക്ക് തന്റെ പ്രിയതമയായ ലളിതയുടെ ഓർമ്മകൾ കടന്നു വന്നു. ആ ചിന്തയിൽ മുഴുകിയതോടെ ലളിതന്റെ പാട്ടിന്റെ താളവും ശ്രുതിയും തെറ്റി. സദസ്സിലുണ്ടായിരുന്ന കർക്കോടകൻ എന്ന നാഗം ലളിതൻ ഭാര്യയെ ഓർത്താണ് പാട്ട് തെറ്റിച്ചത് എന്ന് രാജാവിനോട് പറഞ്ഞു. സ്വന്തം സദസ്സിൽ വെച്ചുണ്ടായ ഈ അശ്രദ്ധയിൽ അത്യധികം കോപിച്ച രാജാവ് ലളിതനെ ശപിച്ചു. സദസ്സിന്റെ മര്യാദ മറന്ന് ഭാര്യയെ മാത്രം ചിന്തിച്ച നീ മനുഷ്യമാംസം തിന്നുന്ന ഒരു ഭീകര രാക്ഷസനായി മാറട്ടെ. അങ്ങനെ സുന്ദരനായ ആ ഗന്ധർവൻ ഭയപ്പെടുത്തുന്ന രൂപമുള്ള ഒരു രാക്ഷസനായി മാറി. കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ ആ രാക്ഷസനെ കണ്ട് ഭാര്യ ലളിത പൊട്ടിക്കരഞ്ഞു. ഭർത്താവിന്റെ ഈ ഗതികേടിൽ അവൾ വല്ലാതെ തളർന്നു പോയി. എങ്കിലും അവൾ ഭർത്താവിനെ ഉപേക്ഷിച്ചില്ല. രാക്ഷസനായ ഭർത്താവിനെയും കൂട്ടി അവൾ വിന്ധ്യപർവ്വത നിരകളിലൂടെ ഒരു പരിഹാരം തേടി അലഞ്ഞു തിരിഞ്ഞു നടന്നു. അങ്ങനെ അലഞ്ഞു നടക്കുന്നതിനിടയിൽ അവൾ ശൃംഗി എന്നൊരു മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. മഹർഷിയുടെ കാലിൽ വീണ് കരഞ്ഞുകൊണ്ട് അവൾ തന്റെ ഭർത്താവിന്റെ ശാപമോക്ഷത്തിനായി ഒരു വഴി പറഞ്ഞു തരണമെന്ന് കേന അപേക്ഷിച്ചു.
ലളിതയുടെ നിഷ്കളങ്കമായ സ്നേഹവും സങ്കടവും കണ്ട മഹർഷിക്ക് അലിവ് തോന്നി. അദ്ദേഹം പറഞ്ഞു, കുട്ടി, നീ വിഷമിക്കാതിരിക്കൂ. ഇപ്പോൾ ചൈത്രമാസമാണ്. ഈ മാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് കാമദാ ഏകാദശി. നീ അങ്ങേയറ്റം ഭക്തിയോടെ ഈ വ്രതം അനുഷ്ഠിക്കുക. ആ വ്രതത്തിന്റെ പുണ്യം നിന്റെ ഭർത്താവിന് നൽകിയാൽ ഭഗവാൻ വാസുദേവന്റെ അനുഗ്രഹത്താൽ അവന് ശാപമോക്ഷം ലഭിക്കും. മഹർഷി പറഞ്ഞതുപോലെ ലളിത അതികഠിനമായ വ്രതാനുഷ്ഠാനങ്ങളോടെ കാമദാ ഏകാദശി നോറ്റു. പിറ്റേന്ന് ദ്വാദശി ദിനത്തിൽ വ്രതം പൂർത്തിയാക്കിയ ശേഷം ഭഗവാൻ വാസുദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവൾ പ്രാർത്ഥിച്ചു. ഭഗവാനെ, ഈ വ്രതം കൊണ്ട് എനിക്ക് ലഭിച്ച പുണ്യം മുഴുവൻ എന്റെ ഭർത്താവിന് ലഭിക്കുകയും അദ്ദേഹത്തിന്റെ ശാപം മാറുകയും ചെയ്യണേ. അവളുടെ പ്രാർത്ഥന ഭഗവാൻ സ്വീകരിച്ചു. ആ നിമിഷം തന്നെ രാക്ഷസരൂപം മാറി ലളിതന് തന്റെ പഴയ ഗന്ധർവ രൂപം തിരികെ ലഭിച്ചു. അവർ സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് മടങ്ങി. പ്രിയമുള്ളവരെ, ഈ ഐതിഹ്യം നമ്മളോട് പറയുന്നത് വെറുമൊരു പഴയ കഥയല്ല. ഇതിൽ വലിയൊരു ജീവിത സത്യമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലും നാം പല പ്രതിസന്ധികളിലൂടെയും കടന്നു പോകാറുണ്ട്. നമ്മുടെ തെറ്റുകൊണ്ടല്ലാതെ തന്നെ ചിലപ്പോൾ ശാപം കിട്ടിയതുപോലെ ജീവിതം വല്ലാതെ സങ്കടത്തിലാകും. ഒരുപാട് നാൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടും എത്ര ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടും ആരും അംഗീകരിക്കാത്ത അവസ്ഥ. ചിലപ്പോൾ നമുക്ക് ചുറ്റും ആരുമില്ലാതെ തീർത്തും ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നും. ഏറ്റവും വേണ്ടപ്പെട്ടവരോട് നമ്മുടെ മനസ്സിലെ ഭാരം തുറന്നു പറഞ്ഞാൽ പോലും അവർ അത് നിസ്സാരമായി തള്ളിക്കളഞ്ഞേക്കാം. ആരും കാണാതെ ഇരുന്ന് കരയുന്ന നിമിഷങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോഴൊക്കെ മനസ്സ് വല്ലാതെ തളർന്നു പോകും. എന്നാൽ ലളിതയുടെ ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എത്ര വലിയ സങ്കടവും ഇരുട്ടും മാറ്റാൻ നിഷ്കളങ്കമായ ഭക്തിക്കും പ്രാർത്ഥനയ്ക്കും കഴിയുമെന്നാണ്. നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാനും നമ്മെ ആശ്വസിപ്പിക്കാനും മനുഷ്യർ ആരുമില്ലെങ്കിലും എല്ലാം കേൾക്കുന്ന ഒരു ശക്തിയുണ്ട്, നമ്മുടെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ. ആ കാരുണ്യത്തിന് മുന്നിൽ നമുക്ക് സങ്കടങ്ങൾ തുറന്നു പറയാം, പൊട്ടിക്കരയാം. ഭഗവാന് ഒരിക്കലും നമ്മളോട് ദേഷ്യം വരില്ല. പകരം ഒരമ്മയെ പോലെ ആ സ്നേഹം നമ്മെ ചേർത്ത് പിടിക്കും. ജീവിതത്തിൽ പല വലിയ സങ്കടങ്ങളെയും അതിജീവിച്ചാണ് നാം ഓരോരുത്തരും ഇവിടം വരെ എത്തിയിട്ടുള്ളത്. ആ യാത്രയിൽ നമ്മെ താങ്ങി നിർത്തിയത് ഉള്ളിലെ ആത്മവിശ്വാസവും ഈശ്വരനിലുള്ള അടിയുറച്ച വിശ്വാസവും ഒന്നുകൊണ്ട് മാത്രമാണ്. ഏകാദശി വ്രതം ശരീരത്തെ മാത്രമല്ല, നമ്മുടെ തളർന്ന മനസ്സിനെ കൂടിയാണ് കരുത്തട്ടതാക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതെന്തും, അത് മാനസിക സമാധാനമാകട്ടെ, ആശ്വാസമാകട്ടെ, വിജയമാകട്ടെ, അത് നേടിത്തരാൻ ഈ പുണ്യദിനത്തിലെ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ട്. അതുകൊണ്ട് ഈ കാമദാ ഏകാദശി ദിനത്തിൽ നമുക്ക് പൂർണ്ണ മനസ്സോടെ പ്രാർത്ഥിക്കാം. സങ്കടങ്ങളെല്ലാം മാറി നല്ലൊരു നാളേക്കായി ഭഗവാനോട് അപേക്ഷിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന അതിശക്തമായ മന്ത്രം നമ്മുടെ മനസ്സിൽ എപ്പോഴും മുഴങ്ങട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരാനുഗ്രഹം നിറഞ്ഞ ശാന്തിയും സമാധാനവും സന്തുഷ്ടിയും നൽകുന്ന ഒരു കാമദാ ഏകാദശി ആശംസിക്കുന്നു. ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി എല്ലാവർക്കും നന്മകൾ മാത്രം ഭവിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.